ഹലോ എവരിവൺ. ഈ മൺസൂൺ തുടങ്ങിയപ്പോൾ തൊട്ട് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നതാണ് ലക്ഷദ്വീപിലേക്ക് മൺസൂണിൽ യാത്ര ചെയ്യാമോ, ലക്ഷദ്വീപിലേക്ക് ട്രിപ്പ് പോവാമോ, ഒരു വീഡിയോ ചെയ്യാമോ, അല്ലെങ്കിൽ റിപ്ലൈ കൊടുത്തു. ഞാൻ കുറേ റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ വീഡിയോ ചെയ്യാത്തത് അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചിലർക്ക് മൺസൂൺ ആയിരിക്കും താല്പര്യം, അവർക്ക് യാത്ര ചെയ്യാം. അല്ലാതെ നോർമലായിട്ട് നിങ്ങൾ ഒന്ന് എൻജോയ് ചെയ്യാനും അങ്ങനെ പ്ലാൻ ചെയ്തു പോകുന്നവരാണെങ്കിൽ മൺസൂൺ കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം മൺസൂൺ ലക്ഷദ്വീപിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളത് കടലാണല്ലോ. അപ്പോൾ മൺസൂണിൽ ശക്തമായ കാറ്റുണ്ടെങ്കിൽ പ്രക്ഷുബ്ധമായിരിക്കും കടൽ. ആ സമയത്ത് യാത്ര ചെയ്യാതിരിക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ. പിന്നെ ചിലർക്കെന്ന് പറയുമ്പോൾ ഈ മഴ, കാറ്റ്, പ്രക്ഷുബ്ധമായ കടൽ ഇതിനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മൺസൂണിൽ പോയിട്ട് എൻജോയ് ചെയ്യുക. അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള താല്പര്യമാണ്. പിന്നെ പോകാനുള്ള ബുദ്ധിമുട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ്. ഫ്ലൈറ്റിനാണെങ്കിൽ ഫ്ലൈറ്റിൽ അകതി പോവുക, തിരിച്ചു വരിക. ഫ്ലൈറ്റിന് ചില സമയത്ത് എന്നാൽ ഫ്ലൈറ്റ് വലിയ ബുദ്ധിമുട്ടുള്ള ചില സമയത്ത് ശക്തമായ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റാതെ തിരിച്ചു വരികയാണ് ചെയ്യാറുള്ളത്. വീണ്ടും പിന്നെ അവരവരെ കൊണ്ടുപോകും. അപ്പം അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ നിങ്ങളുടെ ട്രാവൽ ഏജൻസിനെ, നിങ്ങളുടെ ട്രാവൽസുമായി പോകുന്നവരെങ്കിൽ അവരടുത്ത് ചോദിച്ച് കൺഫേം ആക്കിയിട്ട് വേണം പോകാൻ. മൺസൂണിൽ യാത്ര ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ കപ്പലിന്റെ കാര്യം വരുവാണെങ്കിൽ കപ്പലിന്റെ ടിക്കറ്റ് എന്ന് പറയുന്നത് ലക്ഷദ്വീപുകാർക്ക് തന്നെ കിട്ടാത്ത ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ കപ്പലിന്റെ ടിക്കറ്റ് എന്ന് ചോദിക്കാതെ ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ കപ്പലിൽ പോയാലും കാലാവസ്ഥ മോശമാണെങ്കിൽ യാത്ര ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് കപ്പലിൽ. മൺസൂണിൽ കാലാവസ്ഥ എന്തായാലും മോശമായിരിക്കും. ഇനി എങ്ങനെയെങ്കിലും പോയി അവിടെ എത്തിയാലും അവിടെ നിന്ന് ഒരു ഓപ്പൺ ബോട്ടിലേക്കായിരിക്കും ഇറക്കുന്നത്. അത് ഒരു സേഫ്റ്റിയും ഇല്ലാത്ത ഒരു ബോട്ടിൽ ഇറക്കിയിട്ട് ഒരു ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലാതെയായിരിക്കും ചിലപ്പോൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതൊക്കെ ഓർത്തിട്ട് വേണം കപ്പലിൽ ഉള്ള ട്രാവൽസ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും. എന്നാലും ഇപ്പോൾ ഒരു ന്യൂനമർദ്ദമൊക്കെ വരുന്നത് പെട്ടെന്നായിരിക്കും. അറബിക്കടലിൽ ന്യൂനമർദ്ദം, ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം, ഇങ്ങനെ ന്യൂനമർദ്ദം വരുന്ന സമയത്ത് ശക്തമായ കാറ്റുണ്ടെങ്കിൽ കടൽ പ്രക്ഷുബ്ധമായിരിക്കും. അങ്ങനെ ഉള്ള സമയത്ത് ഈ ബീച്ച് ആക്ടിവിറ്റീസ് ഒന്നും നടക്കത്തില്ല. ഗവൺമെന്റ് അന്ന് ചിലപ്പോൾ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ തന്നെ പോകണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം മൺസൂണിൽ നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യാൻ. ചിലർ പറയും നമ്മളിപ്പോൾ ഈ ജൂലൈ ഓഗസ്റ്റിലൊക്കെയാണ് നാട്ടിലേക്ക് ലീവ് എന്ന് വരുന്നത്, ആ സമയത്ത് നമുക്ക് ലക്ഷദ്വീപ് പോകണം. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ മൺസൂണാണ്, ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഈ മൺസൂണിലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഒരു ഭംഗിയൊന്നും കാണത്തില്ല. പ്രത്യേകിച്ച് ലക്ഷദ്വീപിലേക്ക് ആൾക്കാർ പോകുമ്പോൾ ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം, അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ടിട്ടാണ്. മൺസൂണിലാകുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതിന് നല്ല കുറവുണ്ടാവും. പിന്നെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അവിടെ പോയി പോയിട്ടുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടായിരിക്കും. കുറേ ദിവസത്തേക്ക് ഷിപ്പോ ഫ്ലൈറ്റോ എന്തെങ്കിലും ഡിലേസ് ഒക്കെ വരുമ്പോൾ നിങ്ങളുടെ ബാക്കി ആക്ടിവിറ്റീസിനും കൂടി അത് മുടക്കം വരും. അതൊക്കെ ഓർത്തിട്ട് വേണം മൺസൂണിൽ നിങ്ങളൊരു ലക്ഷദ്വീപിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ.